ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോൻ്റെ തുടക്കത്തിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന നമ്മുടെ ഉത്രാളിക്കാവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യാത്ര. ഉത്രാളിക്കാവിലേക്ക് എങ്ങനെ വരാം, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട്. കാരണം ഒരുപാട് ഉത്രാളിക്കാവിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടു, അതിലൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞു കണ്ടില്ല. അപ്പോൾ ആ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ. അതിന് കൂടെ ബോണസായിട്ട് ഒരു സ്പോട്ട് കൂടി നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിൻ വഴി ഇറങ്ങാം. വള്ളത്തോൾ നഗർ, മുള്ളൂർക്കര അങ്ങനെയുള്ള സ്റ്റേഷനിലൊക്കെ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ലോക്കൽ ട്രെയിനിൽ അവിടെ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അടുത്താണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂരിൽ നിന്ന് നേരെ ഒറ്റപ്പാലം ബസ്സിന് കയറി കഴിഞ്ഞാൽ, ഷൊർണൂർ വഴി പോകുന്ന ഒറ്റപ്പാലം ബസ്സിന് കയറി കഴിഞ്ഞാൽ ഈ ഒരു ഉത്രാളിക്കാവിൻ്റെ മുന്നിൽ തന്നെ നിങ്ങൾക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. തിരിച്ച് നമ്മൾ പാലക്കാട് സൈഡിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അവർക്ക് തൃശ്ശൂർ പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഷൊർണൂർ വഴി ഉള്ള ബസ്സിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാവുന്നതാണ്. ഉത്രാളിക്കാവിൻ്റെ അവിടെ സെയിം സ്റ്റോപ്പ് ഉണ്ട്. ഇനി ബൈക്കിനും കാറിനും വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ ഉണ്ട്. റോഡ് സൈഡിലാണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇറങ്ങി നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ടാണ്. ഒരുപാട് റീലുകളും ഒരുപാട് സിനിമകളും ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗംഭീരമായൊരു സ്പോട്ട് തന്നെയാണ്. ഈ അടുത്ത് അവിടെ ഉത്സവത്തിന് ട്രെയിനൊക്കെ ഉത്സവത്തിന് സമയത്ത് നിർത്തിയിട്ടതായ വീഡിയോസൊക്കെ നമ്മൾ വൈറലായി കണ്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്. ഇനി ട്രെയിൻ ട്രിപ്സൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നല്ല നല്ല വീഡിയോസ് കൊണ്ടുവരാൻ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ കൂടെ കൂടുക. അപ്പോൾ നമ്മൾ എന്തായാലും ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു അഡീഷണൽ ഒരു ലൊക്കേഷൻ കൂടി എന്തെന്ന് പറഞ്ഞത് അകമല ധർമ്മശാസ്ത്രാവിൻ്റെ ഒരു ക്ഷേത്രമാണ്. അതായത് വളരെ ഫേമസ് ആയി ഈ റൂട്ടിലുള്ള ഒരു അമ്പലമാണ്. അത് അയ്യപ്പൻ്റെ ഒരു വനമേഖലയോട് സ്ഥിതി ചെയ്യുന്ന അയ്യപ്പൻ്റെ ഒരു പ്രതിഷ്ഠയാണ്. വളരെ ഭംഗിയേറിയ നല്ലൊരു ആംബിയൻസാണ് അവിടെ പോയി കഴിഞ്ഞാൽ. ഒരുപാട് ശബരിമല സീസണിലൊക്കെ ഒരുപാട് പേര് ഈ ഒരു ഏരിയയിൽ കെട്ടുനിറയൊക്കെ നടത്തി ശബരിമലയ്ക്ക് പോകുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ആ ഒരു അമ്പലം. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ ചേലക്കര പോവും. നമ്മൾ ലെഫ്റ്റ് കയറാതെ റൈറ്റ് കയറി പോകുന്നതാണ് തൃശ്ശൂർ റൂട്ട്. അപ്പോൾ അത് എല്ലാവരും വഴി തെറ്റാതെ തന്നെ പോകണം. തൃശ്ശൂർക്കുള്ള മെയിൻ റൂട്ടിലാണ് ഈ ഒരു രണ്ട് അമ്പലങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഏകദേശം അകമല എത്താറായിട്ടുണ്ട്. അകമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാമധ്യേ വിഘ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ എല്ലാവരും അവിടെ നിർത്തി പ്രാർത്ഥന നടത്തി പോകുന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. എല്ലാവരും വാഹനങ്ങളൊക്കെ നിർത്തി നാണയമൊക്കെ അവിടെ കൊടുത്ത് ദർശനം നടത്തി പോകുന്നത് ഒരു പതിവാണ്. ബസ്സുകാരായാലും വലിയ വണ്ടിക്കാരായാലും എല്ലാ വണ്ടികളും ചെയ്യുന്നൊരു തുടർന്ന് പോരുന്ന വളരെ വർഷങ്ങളായി തുടർന്ന് പോരുന്ന ഒരു രീതിയാണ്. എന്തായാലും ഞാനും പോകുന്ന വഴിക്ക് അവിടെ നിന്ന് ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അകമല എത്തി അവിടുത്തെ കാഴ്ചകൾ കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ അകമല എത്തിയിരിക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് തൊഴുത് വരാം. ഞങ്ങൾ നിങ്ങൾക്ക് ക്ഷേത്രം ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് സൈഡാകട്ടെ. ഇവിടെ റോഡ് സൈഡിൽ തന്നെയാണ്. ഇതാണ് അമ്പലം വരുന്നത്, അകമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. അപ്പോൾ ഞാനൊന്ന് തൊഴുതിട്ട് വരാം, എന്നിട്ട് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ദർശനമൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ വീണ്ടും വണ്ടിയെടുത്ത് നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ ഇനി കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്രാളിക്കാവ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഉത്രാളിക്കാവും അകമലയും ഏകദേശം അടുത്തായതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ രണ്ട് സ്ഥലങ്ങളും ദർശനം നടത്തി പോകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഒരു ഫീല്. അപ്പോൾ എന്തായാലും നമ്മൾ എത്താറായി. ഈ ഒരു വളവ് കഴിഞ്ഞാൽ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തിക്കഴിഞ്ഞു, ഉത്രാളിക്കാവ്. ഞാൻ കാണാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരുപാട് നാളെ ഇതുവഴിയൊക്കെ വന്നിട്ട്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബാട്ടോ, അത് ഇനി എടുത്തു പറയാനില്ല. അപ്പോൾ മഴക്കാലത്തൊക്കെ വരുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ്.
മഴ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ആണല്ലോ അല്ലേ. അപ്പോൾ അതാ ഈ ഒരു ലെഫ്റ്റാണ് നമുക്ക് അമ്പലത്തേക്ക് ഇറങ്ങേണ്ട വഴി. ഇതാ കാണുന്നു നമ്മുടെ വ്യൂ കണ്ടോ, നല്ലൊരു പാടശേഖരം. അതിൻ്റെ ഒത്ത നടുക്കിലായിട്ട് നമ്മുടെ ഉത്രാളിക്കാവ് ക്ഷേത്രം, ഭഗവതിയുടെ പ്രതിഷ്ഠ അവിടെയാണുള്ളത്. ബാക്ക് സൈഡിൽ റെയിൽവേ ലൈന്. അതാണ് ഇവിടുത്തെ ഒരു വ്യൂ. ഞാനിവിടെ വണ്ടി പാർക്ക് ചെയ്യട്ടെ എന്നാണ് നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഉച്ച സമയമായതുകൊണ്ട് ഞാൻ എന്തായാലും അമ്പലത്തിലേക്ക് കയറുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും വരുമ്പോൾ ദർശനമൊക്കെ നടത്തിയിട്ട് പോവുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.